KPCC അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾക്ക് കേരള നേതാക്കൾ പ്രവർത്തക സമിതി യോഗത്തിനിടെ ഇന്ന് ഡൽഹിയിൽ അനൌദ്യോഗിക ചർച്ച. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കും. പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡ്. ആലപ്പുഴ കരുവാറ്റ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്ന നിഗമനത്തിൽ പോലീസ്. കൊലപാതകം ആസൂത്രണം ചെയ്തത് 13കാരിയും സുഹൃത്തും. സ്വർണം പണയം വെക്കാൻ സഹായിച്ച ആൾക്ക് കൊലപാതകത്തിൽ പങ്കില്ല. 4 പ്രതികളെയും ഇന്ന് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. ഇറാൻ US വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇടവേളയ്ക്ക് ശേഷം UAEയിലേക്ക് വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇറാനുമായുള്ള വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ നിർത്തിവെച്ച് UAE. ഇറാനുമായി ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് പദ്ധതിയുമില്ല. ഹോർമൂസ് കടലിലെ ഉപരോധം പൂർണ്ണതോതിൽ തുടരുമെന്നും ട്രംപ്. വെടിനിർത്തൽ ചർച്ചകൾക്കായി അമേരിക്ക കെഞ്ചുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗച്ചി. കന്യാകുമാരിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ കേസിൽ കോളേജ് പ്രിൻസിപ്പാൾ അറസ്റ്റിൽ. ഷീജ പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. നെയ്യാറ്റിൻകര സ്വദേശി ആൻസി ജി കുക്കു ജീവനൊടുക്കിയത് ഓഗസ്റ്റ് 14-ന്. DYFI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കം. വൈകിട്ട് 5 മണിക്ക് സമ്മേളനത്തിന് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം നാളെ മുതൽ 3 ദിവസം. 615 പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന ആം ആദ്മി നേതാവ് സത്യേന്ദ്ര ജെയിൻ ഡൽഹിയിൽ അറസ്റ്റിൽ. ആന്റി കറപ്ഷൻ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് അഴിമതി കേസിൽ. നടപടി മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ നവീകരണത്തിലെ ടെൻഡർ നടപടികളിലെ അഴിമതിയിൽ. സത്യേന്ദ്ര ജെയിൻ ജലവിഭവ മന്ത്രിയായിരുന്ന കാലയളവിലാണ് ക്രമക്കേട് നടന്നതെന്ന് കണ്ടെത്തൽ. ഗാലെ ടെസ്റ്റിൽ ശ്രീലങ്കയെ എറിഞ്ഞിടാൻ ഇന്ത്യ. അവസാന ദിനം ഇന്ത്യക്ക് ജയിക്കാൻ വീഴ്ത്തേണ്ടത് 6 വിക്കറ്റ്. ബൌളർമാരിൽ പ്രതീക്ഷ അർപ്പിച്ച ആരാധകർ. 5-ാം ദിനത്തിൽ പൊരുതാൻ ഉറച്ച ആതിഥേയർ. മത്സരം 10-ന് ആരംഭിക്കും. ഹോക്കി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടം. മത്സരം വൈകിട്ട് 6:30-ക്ക്. സെമി ഉറപ്പിക്കാൻ ഇരു ടീമിനും ജയം അനിവാര്യം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ കിങ്സ് കപ്പിൽ പ്രീ ക്വാർട്ടറിൽ മുന്നേറ്റം അൽദിരിയെ തകർത്ത അൽ നസറിന്റെ ജയം 1-നെതിരെ 4 ഗോളുകൾക്ക്. ഇരട്ട ഗോളുമായി തിളങ്ങി യാവോ ഫെലിക്സ്. അൽ നസർ കളത്തിലിറങ്ങിയത് റോണോ ഇല്ലാതെ. ബ്രസീലിന് പിന്നാലെ കേപ്പ് വെർദെയും ഇന്ത്യയിലേക്ക് എത്തുന്നു. സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിൽ മത്സരത്തിന് സാധ്യത. ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും വേദി അടക്കം ഉടൻ തീരുമാനമെന്നും റിപ്പോർട്ട്. ബ്രസീലുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ മത്സരം ഒക്ടോബർ 3-ന്.